അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. ബഹുമാന്യരായ സഹോദരി സഹോദരങ്ങളെ, ഒരേ വിശുദ്ധ ഖുർആനും പ്രവാചക ചര്യയും അംഗീകരിക്കുന്നു എന്ന് പറയുന്നവർ എങ്ങനെയാണ് വ്യത്യസ്ത ആശയക്കാരാകുന്നത്? ഒരേ ഖുർആനിൽ നിന്ന് വ്യത്യസ്ത ആശയങ്ങൾ കിട്ടുമോ? ഏതൊരു സാധാരണക്കാരന്റെ മനസ്സിലേക്കും ന്യായമായ മറുപടി കിട്ടേണ്ടുന്ന സുപ്രധാനമായൊരു വിഷയം തന്നെയാണിത്. വിശുദ്ധ ഖുർആൻ കയ്യിലെടുക്കുന്ന, തിരു ഹദീസ് പഠിക്കാൻ താല്പര്യം കാണിക്കുന്ന റമദാൻ മാസത്തിൽ ഈ കാര്യത്തിലൊരു മറുപടി വ്യക്തമായും കൃത്യമായും നമുക്ക് ആവശ്യമാണ്. കാരണം കക്ഷിത്വങ്ങളിൽ നിന്ന് മാറി നിന്ന് യഥാർത്ഥ ഇസ്ലാമിന്റെ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ മാർഗത്തിൽ നാം നിലകൊള്ളണമെങ്കിൽ ആ വിഷയം നാം അറിയണം, പഠിക്കണം, മനസ്സിലാക്കണം. വിശുദ്ധ ഖുർആനും പ്രവാചക ചര്യയും എങ്ങനെ പഠിക്കണം, മനസ്സിലാക്കണം, വ്യാഖ്യാനിക്കണം എന്ന വിഷയത്തിൽ അബദ്ധം പറ്റിയതാണ് ഒരേ വിശുദ്ധ ഖുർആനും ഒരേ ഹദീസും അംഗീകരിക്കുന്നു എന്ന് പറയുന്നവർ വ്യത്യസ്ത ആശയത്തിൽ ആകുവാനുള്ള അടിസ്ഥാനപരമായ കാരണം. വിശുദ്ധ ഖുർആനും പ്രവാചക ചര്യയും തന്നെ അവ എങ്ങനെയാണ് പഠിക്കേണ്ടത്, മനസ്സിലാക്കേണ്ടത്, വ്യാഖ്യാനിക്കേണ്ടത്, ജീവിതത്തിൽ പകർത്തേണ്ടത് എന്ന് വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട്. അഥവാ വിശുദ്ധ ഖുർആനിന്റെയും പ്രവാചക ചര്യയുടെയും ടെക്സ്റ്റ് മാത്രമല്ല പൂർത്തിയായത്, അതിന്റെ ആശയവും പൂർത്തിയായി എന്നർത്ഥം. ഒരാൾ സുബഹിക്ക് വിശുദ്ധ ഖുർആന്റെ പരിഭാഷ കയ്യിൽ വെച്ച് കിട്ടിപ്പോയി എന്ന് പറഞ്ഞ് പുതിയൊരാശയം ലോകത്തോട് പറയേണ്ടതില്ല. കാരണം അതിന്റെ ആശയം പൂർണ്ണമാക്കിയിട്ടാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തോട് വിട പറഞ്ഞത്. അപ്പോൾ വിശുദ്ധ ഖുർആനിൽ ചിന്തിക്കാൻ, ഉറ്റാലോചിക്കാൻ പറയുന്നില്ലേ? അഫലാ യഖിലൂൻ എന്ന് ഖുർആൻ പറയുന്നില്ലേ? തീർച്ചയായും ഖുർആൻ പറയുന്നുണ്ട്. എന്തിനെ കുറിച്ചാണ് ചിന്തിക്കേണ്ടത്? അഫലാ യൻദുറൂന ഇലൽ ഇബിലി കൈഫ ഖുലിഖത് വ ഇലസ് സമാഇ കൈഫ റുഫിയത്. ഒട്ടകത്തെ പറ്റി, അതെങ്ങനെ സൃഷ്ടിക്കപ്പെട്ടു, ആകാശം എങ്ങനെ ഉയർത്തപ്പെട്ടു, രാപ്പകലുകൾ മാറി വരുന്നതിനെ കുറിച്ച്, സ്വന്തം ശരീരത്തെക്കുറിച്ച്, ഇങ്ങനെ ഒട്ടേറെ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാനും പഠിക്കാനും വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. അതെന്തിനാണ്? അതിന്റെ പിന്നിലുള്ള സ്രഷ്ടാവിനെ, റബ്ബനാ മാ ഖലഖത ഹാദാ ബാതില, പടച്ചവനെ ഇതൊന്നും നീ വെറുതെ സൃഷ്ടിച്ചതല്ല എന്ന് മനസ്സിലാക്കാൻ, അഥവാ ഈ ലോകത്തിന്റെ സ്രഷ്ടാവിന്റെ സാന്നിധ്യം ബോധ്യമാകാനും ആ സ്രഷ്ടാവ് പറഞ്ഞ കാര്യങ്ങൾ സത്യമാണ് എന്ന് മനസ്സിലാകാനുമാണ് ഈ സൃഷ്ടി പ്രപഞ്ചത്തെ പറ്റി ചിന്തിക്കാൻ വിശുദ്ധ ഖുർആൻ ആവശ്യപ്പെട്ടത്. സൃഷ്ടി പഠനത്തിലൂടെ സ്രഷ്ടാവിലേക്ക്. അപ്പോൾ വിശുദ്ധ ഖുർആനും പ്രവാചക ചര്യയും നമ്മൾ എങ്ങനെയാണ് പഠിക്കേണ്ടത്, മനസ്സിലാക്കേണ്ടത്? പിഴച്ച കക്ഷികളെ കുറിച്ച് പറയുന്നിടത്ത് മഹാന്മാരായ പണ്ഡിതന്മാർ ഉദ്ധരിച്ചിട്ടുള്ള വിശുദ്ധ ഖുർആനിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ആയത്താണ് 4-ാം അധ്യായത്തിലെ 115-ാമത്തെ ആയത്ത്. വമൻ യുശാഖിഖിർ റസൂല മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദാ വയത്തബി ഗൈറ സബീലിൽ മുഅ്മിനീൻ നുവല്ലിഹി മാ തവല്ല വനുസ്ലിഹി ജഹന്നം വസാഅത് മസീറ. പിഴച്ചുപോയ, നരകത്തിലെത്തി എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുള്ള ആളുകൾക്ക് രണ്ട് സുപ്രധാനമായ തകരാറുകൾ വിശുദ്ധ ഖുർആൻ പറയുന്നു. ഒന്ന്, വമൻ യുശാഖിഖിർ റസൂല മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദാ, തനിക്ക് സന്മാർഗം വ്യക്തമായി കഴിഞ്ഞ ശേഷവും ആരെങ്കിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് എതിർത്തു നിൽക്കുകയും വയത്തബി ഗൈറ സബീലിൽ മുഅ്മിനീൻ, സത്യവിശ്വാസികളുടേതല്ലാത്ത മാർഗം സ്വീകരിക്കുകയും ചെയ്താൽ നുവല്ലിഹി മാ തവല്ല, അവർ തിരിഞ്ഞിടത്തേക്ക് നാം തിരിച്ചു കളയും, വനുസ്ലിഹി ജഹന്നം, നരകത്തിലിട്ട് കരിച്ചു കളയും, വസാഅത്ത് മസീറ, അതെത്ര മോശപ്പെട്ട സങ്കേതം. അപ്പോൾ പിഴച്ചു പോകുന്നവർക്ക് രണ്ട് കുറ്റപത്രം. ഒന്ന്, സന്മാർഗം വ്യക്തമായതിനു ശേഷം റസൂലുള്ളാഹിയോട് എതിർത്തു നിന്നു. രണ്ട്, സത്യവിശ്വാസികളുടേതല്ലാത്ത മാർഗത്തെ പിൻപറ്റി. ആരാണ് ഈ സത്യവിശ്വാസികൾ? വിശുദ്ധ ഖുർആൻ അവതരിക്കുമ്പോഴുള്ള സത്യവിശ്വാസികൾ സ്വഹാബികളാണ്, ആർക്കും സംശയമില്ല. 2-ാം അധ്യായത്തിലെ 137-ാമത്തെ ആയത്തിൽ ഫഇൻ ആമനൂ ബിമിസ്ലി മാ ആമൻതും ബിഹി ഫഖദ് ഇഹ്തദൗ, നിങ്ങൾ വിശ്വസിച്ചതുപോലെ അവരും വിശ്വസിച്ചാൽ അവർ നേർമാർഗത്തിലായി കഴിഞ്ഞു. വേദക്കാരടക്കമുള്ള ആളുകൾ, അവരുടെ വിഷയമാണ് ഇവിടെ വിശുദ്ധ ഖുർആൻ പറയുന്നത്. നിങ്ങൾ സ്വഹാബികൾ വിശ്വസിച്ചതുപോലെ അവരും വിശ്വസിച്ചാൽ. ഇനി അവർ പിന്തിരിഞ്ഞു കളയുകയാണെങ്കിലോ അവരുടെ നിലപാട് കക്ഷി മാത്സര്യം മാത്രമാകുന്നു എന്ന് വിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നു. നമസ്കാരം 3 എന്നതിന് 1969 വണ്ടൂരിലെ ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ ഒരു പണ്ഡിതൻ വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ സുന്ദരമായി ഓതി വിശദീകരിച്ചു. കേട്ട ആളുകൾ അമ്പരന്നു പോയി. മറുഭാഗത്ത് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിനെ അംഗീകരിക്കുന്ന സലഫി പണ്ഡിതൻ ഒരു ചോദ്യം ചോദിച്ചു. നമസ്കാരം 3 എന്നതിന് ഇവിടെ ഓതിയ ഈ ആയത്തുകൾ ആദ്യമായി ഓതിയ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും അത് കേട്ട സ്വഹാബത്തും എത്ര വഖത്താണ് നമസ്കരിച്ചത് എന്ന്. ആ ചോദ്യത്തോടു കൂടി ആ വിഷയം ആളുകൾക്ക് വ്യക്തമായി.
അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കാൻ വിശുദ്ധ ഖുർആനിൽ ആയത്തുണ്ട് എന്ന് പറഞ്ഞു സൂറത്തു സുഹ്റുഫിലെ 45-ാമത്തെ ആയത്ത് ദുർവ്യാഖ്യാനം ചെയ്യുന്നു. അവിടെ വസ്അൽ മൻ അർസൽനാ മിൻ ഖബ്ലിക മിർ റുസുലിനാ, കഴിഞ്ഞുപോയ നമ്മുടെ പ്രവാചകന്മാരോട് മുഹമ്മദ് നബിയെ അങ്ങ് ചോദിച്ചു നോക്കുക എന്ന് തുടങ്ങുന്ന ആ ആയത്ത് ആദ്യമായി ഓതിയ റസൂലുള്ളയോ സ്വഹാബത്തോ ആ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിച്ചിട്ടുണ്ടോ? അപ്പോൾ ഒരു ഉരക്കല്ലാണ് യഥാർത്ഥത്തിൽ സലഫിയത്ത്, അഹ്ലുസുന്നത്തി വൽ ജമാ എന്ന് പറയുന്നത്. അതറിയാൻ പഠിക്കാൻ നാം ശ്രമിച്ചാൽ ഏത് വിഷയത്തിലും പ്രവാചകൻ എങ്ങനെ മനസ്സിലാക്കി, സ്വഹാബത്ത് എങ്ങനെ മനസ്സിലാക്കി, നമുക്ക് സന്മാർഗം വ്യക്തമാകും. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി, എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ അറിയുക, അറിയിക്കുക. നേർവഴി. Peace Radio. Tune to reality.